എന്താടോ? ഒരു പരാതിയുണ്ട്. അഴിച്ചാടോ? സാർ സാർ ഇതാ. ഓക്കെ, ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാം. എന്താ നിന്റെ പേര്? ഇർഫാൻ. നിന്റെയാ? അനിത. നിനക്ക് എത്ര വയസ്സായി? 21. നിനക്കോ? 28. ആഹാ, 5 വയസ്സിന് മുമ്പുണ്ടല്ലേ? ഞാൻ തുറന്നു വയ്ക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഇത് എത്ര നാളത്തെ സെറ്റപ്പാ? അല്ല അല്ല സാർ, ഇക്കോളെ ഇഷ്ടമാണ്. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആഹാ. സാർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാർ, എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് ഇതിനോട്. അപ്പോൾ എങ്ങനെയാലും സാർ ഞങ്ങളെ സഹായിക്കണം. എൻ്റെ ജോലി എന്താ? ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയ പെണ്ണിനെ കൊണ്ട്? അല്ല സാർ, എനിക്ക് ഈ ബൈക്കിൻ്റെ മോഷണ? അല്ല സാർ, ഈ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഓൾട്രേഷൻ ചെയ്ത് എന്നിട്ട് കൂട്ടുകാരനോട് നടത്തുന്നൊരു ബിസിനസ് ഉണ്ട്. അപ്പം നീയൊക്കെയാണ് ഈ പടപടാന്ന് പൊട്ടുന്ന ബൈക്കിൻ്റെ ആളല്ലേ? നിന്നെ ഞാൻ നോക്കി നടക്കായിരുന്നു. നിനക്കുള്ള പടം ഞാൻ തരാം. നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ബ്ലോക്കിലെ SC പ്രൊമോട്ടറാണ്. നീ SCയാ? അതെ. നീ മുസ്ലിം, മിശ്ര വിവാഹം, സർക്കാരിൽ നിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ. അതൊരു വരുമാനമാണ് സാർ. എന്താടോ? ആ കസേര ശരിയാക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവനിങ്ങോട്ട് വിട്. ശരി സാർ. സാർ, എന്നെ വീട്ടിൽ ആളാഴ്ച വിളിക്കണമല്ലേ? ഒരാഴ്ചയിൽ പരിപാടി തുടങ്ങിയിട്ട്. സാറേ, ഞാൻ നാട്ടിൽ പോയിരുന്നു. കെട്ടികളും കുട്ടികളെ കണ്ടിട്ട് കുറേ ദിവസമായി. നാട് വീട് എന്താ പ്രശ്നം? കസേര എന്നാക്കാ? എനിക്ക് ഞാനോ? നന്നാക്കട്ടെ സാർ. ആ, നീ ഇരിക്കും. നിങ്ങൾ യാത്രകൾ പോകാറുണ്ടോ? ടൂറ്, ട്രിപ്പൊന്നും പോകാറില്ല? യാത്രകളെല്ലാം ഇവിടെ പോകേണ്ടത്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാം, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയല്ല എൻ്റെ ഒരു സ്റ്റൈല്. SCയിൽ നീ ഏതാ? എനിക്ക് ജാതിയൊന്നുമില്ലേ? അല്ല സർ, ജാതിയൊന്നും നോക്കിയിട്ടല്ല ഇഷ്ടപ്പെട്ടത്. ഓഹോ, അപ്പോൾ ജാതിയൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പ്രേമം? സാർ, എൻ്റെ വീട്ടിൽ അനിതയുടെ ജാതി തന്നെ സാർ പ്രശ്നം. സാർ ഞങ്ങളെ സഹായിക്കണം. ഇതൊന്നും നടക്കില്ല. ഈ പുതുമോടിയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാവും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കും. സമയം എടുത്ത് ആലോചിച്ചാൽ മതി. ചെല്ല് സീമ, രണ്ടിനെ കൊണ്ട് അകത്ത് എടോ പോടോ. ഇതൊന്നും ശരിയാവോ? നന്നാക്കട്ടെ. നന്നാക്കാൻ പോവാ സാർ. അതെന്താ ഇപ്പൊ പോയ കേസ്? പ്രേമം, മുടിഞ്ഞ പ്രേമം. ചെറുക്ക മുസ്ലിമും പിന്നെ ഷെഡ്യൂൾ കാസ്റ്റും. സാറിന് ചെക്കനെ മനസ്സിലായോ? നമ്മളെ ഗലീലിന്റെ അഞ്ചനാ. ഏത് ഗലീല്? പ്ലാസ ഗലീലിന്റെ. എന്താടോ? നന്നാക്കാൻ ഇപ്പൊ കഴിയും, ഇപ്പൊ കഴിയും. ചെക്കൻ്റെ വാപ്പ വലിയ പള്ളി മഹല്ല് കമ്മിറ്റീൻ്റെ സെക്രട്ടറിയാ. എല്ലാ കുടുംബത്തിലും ഉണ്ടാകില്ല സാർ ഇതുപോലെ ഒരു പുഴുത്തം കെട്ട്. സാർ ഇതൊന്ന് വേണ്ട രീതി കൈകാര്യം ചെയ്തല്ലോ. വേണ്ടപ്പെട്ട കുടുംബം
ഞാൻ വേണ്ട മാതിരി കണ്ടോളാം. ശരി. ഓ നാട് മുഴുവനും ടവർ. അന്ന് ടോന് മാത്രം റേഞ്ച് ഇല്ല. ദേവോ മുട്ടപ്പത്തിയൊക്കെ റെഡിയല്ലേ? ആ ഇപ്പൊ എടുക്ക സാറേ. ആ എന്നാൽ ആദ്യം 3-1 വെള്ളച്ചായ. ആ ഓന് വെള്ളച്ചായ. ആ, അത് മറന്നു. ഇപ്പൊ കൊണ്ട് ഈ കുടിച്ചോ. ആ ജുബൈലേ, ഞാനെന്നെ വിളിച്ചതേ ഈ പ്ലാസ ഗലിയിൽ നമ്പർ പെട്ടെന്നൊന്നും കൂടെ SMS ചെയ്യും. അർജന്റാണേ, ഞാൻ കുറെ നേരം എന്നെ വിളിക്കുന്നു. അയ്യോ എന്തായി? എന്താ ആ പ്രശ്നം? സുമംഗലിന്റെ ബൈക്ക് ഓണർ വന്നുണ്ട്. സുമംഗലാറ? ആ ബംഗാളി പയ്യൻ. ആ താനൊരു കാര്യം ചെയ്യും, ആ വിശാലിനോടും കേട്ടിനോടും ഇങ്ങോട്ട് വരാൻ പറ. ശരി. ആ കേട്ടി എത്ര തവണ വിളിക്കണോട്? എല്ലാവരും 12:30 കഴിയുമ്പോൾ ആ ചമ്പ്രോട്ടത്ത്. ആ പൈസ ഞാൻ വന്നിട്ട് വരാം. ഇരിക്കും ഇരിക്കും. സാർ ബൈക്കിൻ്റെ ഓണറാണ് സാർ. ഇവിടെ വാ. ഇവിടെ തന്നെ പൂട്ടാനുള്ള വകുപ്പുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോട് വണ്ടിയും കൊടുത്ത് വിടുന്നേ? സാറേ ഞാനാർക്കും വണ്ടി കൊടുത്തിട്ടില്ല. പിന്നെ ഇവൻ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തോണ്ട് വന്നതാ സാറേ. ഓ. ഭാര്യ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ സംഭവം അറിയണത്. सारे झूठ बोल रहे हैं। उसका बीवी ने मुझे बैग दिया है सीमेंट लेने के लिए। झूठ बोल रहे हैं। തൻ്റെ ഭാര്യ കൊടുത്താണെന്ന് പറയണു സിമെന്റ് വാങ്ങാൻ. ഭാര്യ ആ. സാറേ വീട്ടിൽ ഇഷ്ടം പോലെ സിമെന്റ് ഇരിക്കാണ്, ചാക്കണക്കെ ഇരിക്കാണ്. ഇവൻ നോണ പറയാണ് സാറേ. ഇവന്റെ പേരിൽ വണ്ടി झूठ बोल रहे കുറച്ച് हैं। मैं चोरी नहीं किया भाई। ചങ്ങായി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഈ ഒരു കാര്യം ചെയ്യ്, 2000 ഉറുപ്പിക നമ്മളെ ചെക്കന്മാർക്ക് കൊടുത്ത് ഇതങ്ങോട്ട് തീർത്താളാ. എന്തേ? അത് മതി. 2000 രൂപയുടെ കേസുള്ളൂ. അതങ്ങോട്ട് കൊടുത്തത് സോൾവ് ചെയ്യും. അത് തന്നെ. സാർ 2000 രൂപ ഒരു 10 ഉറുപ്പ പോലും എൻ്റെ അടുത്തില്ല സാറേ. पैसे देने से छोड़ देगा क्या? പൈസ എടുക്ക് 600 रुपया। സാർ ഇത് 600 രൂപയുള്ളൂ. ये बस 600 रुपये है. 2000. मेरा पास नहीं है ना और पैसे। 2000 तो एक काम करो ना, दोस्त लोग है, फोन करो, पैसा दो, निकलो यहाँ से. हेलो मैं खाना खा आगे। जल्दी आप पैसा ले। എടോ വാങ്ങി വിളിക്ക്. हेलो तुम्हारा फ्रेंड पुलिस स्टेशन में हाँ पैसा मनी 1400 रुपये 2000 रुपये 2000 रुपये ब्रिंग अर्जेंटली ब्रिंग मैं जाके लेके आऊँ കൂട്ടുകാരൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഓക്കെ അപ്പോൾ കേട്ടി തൽക്കാലത്തേക്ക് കേസ് സോൾവ് ആയി. ഇവൻ്റെ കൂട്ടുകാരൻ പൈസ കൊണ്ടുവരും. അതുപോലെ പ്രശ്നമല്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ആ അപ്പോൾ ശരി. പൈസ കൊണ്ടുവരല്ലോ. ഓ മഹാറാമ്പർ പരിയടാ. झूठ बोल रहे हैं बुड्ढा। സന്തോഷായില്ല മോനെ. അപ്പോൾ വിശാല ഒരു കാര്യം ചെയ്യും, ഇവൻ്റെ കൂട്ടുകാർ വന്ന് മുഴുവൻ പൈസ തരാണ്ട് ഇവനെ പുറത്തേക്ക് വിടണ്ട. ഇവനിവിടെ ഇരിക്കട്ടെ. सारे झूठ बोल रहे हैं। मैं बैग चोरी नहीं किया सर। നിക്കൽ. मैं चोरी नहीं किया। ये लोग मुझे फंसा रहे हैं। എന്താടോ